സോ ബിഗ് ബോസ് മലയാളത്തിന്റെ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ തന്നു. ഇനിയിപ്പോ ആഗസ്റ്റിലെ ബിഗ് ബോസ് നടക്കാൻ സാധ്യതകളുള്ളൂ, അതിന്റെ അപ്ഡേറ്റുകളും തന്നു. അപ്പൊ ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല, ഇതൊക്കെ ഓർത്ത് മാറി നിന്നതാണ്. അപ്പോഴാണ് വീണ്ടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ എത്തുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്കും ഒരു സമാധാനം കിട്ടത്തില്ല. കാരണം ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ കൊടുക്കുമ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ നമുക്കിപ്പോ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂണിൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുവെന്നാണ് അറിയുന്നത്. എന്നടാ ഇവൻ വന്ന് ഓരോ ദിവസവും ഓരോരോ ഡേറ്റ് വന്ന് പറയുന്നുണ്ടല്ലോ, ഓരോ വീഡിയോയിലും ജൂണിൽ തുടങ്ങും, ആഗസ്റ്റിൽ തുടങ്ങും, മെയിൽ തുടങ്ങും, ഇതൊക്കെയാണല്ലോ പറയുന്നത് എന്നാണല്ലോ. അപ്പം ഓരോ ഡേറ്റുകൾ പറയുമ്പോഴും ഓരോ സമയം പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇത് അവിടെ നടക്കുന്ന പ്ലാനുകളിലനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതൊന്നും 100% കൺഫേം അല്ല. ഈ ഒരു സീസൺ മുടങ്ങിപ്പോയി, നീണ്ടുവരുന്നു. അപ്പം പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ പ്രേക്ഷകർ എന്ത് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് കോൺട്രാവേഴ്സികൾ ഓരോ സീസണിലും നടന്നാലും, ഞാൻ അടുത്ത സീസൺ മുതൽ കാണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ബിഗ് ബോസിന്റെ പ്രേക്ഷകർ എന്നും ബിഗ് ബോസിന്റെ പ്രേക്ഷകർ തന്നെയാണ്. അവർ ബിഗ് ബോസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ അപ്ഡേറ്റുകളും നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് വെറുതെ അവിടെ ഇവിടെയും കിടക്കുന്ന റൂമറുകളല്ല നമ്മൾ ബിഗ് ബോസ് ടീമിന്റെ അടുത്ത് നിന്ന് തന്നെ ബിഗ് ബോസിന്റെ ചാരന്മാർ എത്തിച്ചു തരുന്ന വാർത്തകൾ തന്നെയാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പല ആദ്യ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ, ആദ്യം പറഞ്ഞത് ജൂൺ ജൂലൈ ആഗസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു സീസൺ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നതെന്ന് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സീസൺ മുടങ്ങി അല്ലെങ്കിൽ നീണ്ടുപോകുമെന്ന് കേട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് അത് നമ്മൾ ഡേറ്റ് ഒന്ന് മുന്നോട്ട് നേരത്തെ തന്നെ തുടങ്ങാനുള്ള സാധ്യതകൾ അറിഞ്ഞിരുന്നു. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മെയ്, അതുപോലെ തന്നെ ജൂൺ, ചിലപ്പോൾ ഏപ്രിൽ അവസാനത്തോട് തുടങ്ങുമെന്ന് ഞാൻ 2 വീഡിയോ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് പ്ലാനുകളൊന്നും നടക്കുന്നില്ല, ഓഗസ്റ്റിൽ തന്നെയാണ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേട്ടിരുന്നത്. അപ്പം അതുമായി ഏകദേശം നമ്മൾ കൺഫേം ചെയ്തിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ ലഭിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത്, ജൂണിൽ നടത്താനുള്ള എല്ലാ പ്ലാനുകളും അവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. അപ്പം വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 100% നിങ്ങളും വിശ്വസിക്കേണ്ട, നമ്മൾ അറിയുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്ന് മാത്രം. നമുക്ക് ആഗസ്റ്റ് പ്രതീക്ഷിച്ചാൽ മതി. ബട്ട് അവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ജൂണിലേക്ക് നടത്താൻ വേണ്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 മാസം നേരത്തെ എത്തും ബിഗ് ബോസ് മലയാളം സീസൺ 7. നല്ലൊരു ന്യൂസ് തന്നെയാണ് അങ്ങനെ നടത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇന്നലെ അറിഞ്ഞൊരു ന്യൂസാണ്, പക്ഷെ നമുക്ക് കുറച്ച് വൈഫൈയുടെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നിലവിലുള്ളത് കൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പല രീതിയിലും നമ്മൾ ചാരന്മാർക്കൊക്കെ അപ്പൊ തന്നെ കോൾ ചെയ്തു, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അവരും എന്നെ അറിയിച്ചിരുന്നില്ല, ഞാനും വേറെ പല വഴിയും അറിഞ്ഞതാണ്. അപ്പം പ്രോസസ്സിങ്ങിലാണ്, പ്ലാനിങ്ങിലാണ് എന്നാണ് അറിയുന്നത്. അതിപ്പം അവിടെ ഇവിടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കത് ആ ഒരു സമയത്ത് തന്നെ ഇടാനുള്ള ഒരു സന്ദർഭമില്ലായിരുന്നു, അല്ലെങ്കിൽ വൈഫൈയുടെ ഇഷ്യൂസ് ഉള്ളതായിരുന്നത് കൊണ്ടാണ് ഡിലേ ആയത്. അതുപോലും നല്ല പ്രതീക്ഷയോടെ തന്നെ നോക്കാം, മുന്നോട്ട് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറം ലാലേട്ടനാണോ ഹോസ്റ്റ്, എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയൊന്നും ഒരു ഇൻഫോർമേഷനും കിട്ടിയിട്ടില്ല. ഓഡീഷൻസ് ഒക്കെ അടുത്ത മാസം നടക്കുമെന്നാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഹോസ്റ്റ് ലാലേട്ടൻ തന്നെ ആകാനാണ് സാധ്യതകളെന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഹോസ്റ്റിനെയൊക്കെ തേടുന്നുണ്ടെന്നുള്ള വിവരങ്ങളും ഉണ്ട്. അതെന്തും ആയിക്കൊള്ളട്ടെ, അത് അതിന്റെ വഴിയെ നടന്നുകൊള്ളട്ടെ. പറ്റുന്നത് നേരത്തെ സീസൺ എത്തിക്കുക, അത് മാത്രമാണ് എന്റെയും ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്റെയും ആഗ്രഹവും അത് തന്നെയാണ്. അതുപോലെ തന്നെ എവിടെ നടത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുംബൈ ആണോ, ചെന്നൈ ആണോ, അതുപോലെ തന്നെ കന്നഡ സെറ്റാണോ, ഇതിലേത് സെറ്റാണെന്നൊന്നും ഒരു കൺഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ല. ഈ പറയുന്നത് പോലെ ഓഗസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ കന്നഡ സെറ്റോ എവിടെയെങ്കിലും ആയിരിക്കും, മറാത്തി സെറ്റോ ഒക്കെ ആയിരിക്കും. അല്ല ജൂണ് മെയ് അവസാനം ജൂണിലേക്കാണ് നടത്താൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ചെന്നൈ EVP നടത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം അവിടെ നിന്ന് ഇപ്പം മെയ് അവസാനത്തെ അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യോടുകൂടി ജോഡി ആർ യു റെഡി സീസൺ 2 ഒക്കെ ഇപ്പൊ തമിഴിലെ കഴിയും. പിന്നീട് വരുന്നത് നമ്മുടെ സീസൺ 9, ബിഗ് ബോസിന്റെ തമിഴ് സീസൺ 9 ഒക്ടോബർ മിഡോട് കൂടിയേ തുടങ്ങത്തുള്ളൂ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്ക് നമ്മുടെ മലയാളം നടത്താനുള്ള അവസരം അവർക്ക് ചെന്നൈ EVP സെറ്റിൽ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ കന്നഡ അല്ല ഓർ മറാത്തി സെറ്റിൽ ഏതെങ്കിലും ഷിഫ്റ്റ് ചെയ്യുമായിരിക്കണം. അതൊക്കെ അവർ പ്ലാൻ ചെയ്യട്ടെ, എവിടെയെങ്കിലും നടക്കട്ടെ, നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് സീസണിങ് എത്തിയാൽ മതി. അപ്പം ഇന്നലെ വൈകുന്നേരമാണ് ഇതിനെപ്പറ്റി ഒരു ന്യൂസ് കിട്ടിയത്. അപ്പം നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ബാക്കി ഒന്നിനെ കുറിച്ചും, ഓഡീഷൻസ്, ഹോസ്റ്റ്, അതുപോലെ തന്നെ സെറ്റ് എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ബട്ട് ഈ പറയുന്നത് പോലെ ജൂണിലേക്ക് നടത്താനുള്ള എല്ലാ പ്ലാനുകളും ബിഗ് ബോസിന്റെ ടീം നടത്തുന്നുണ്ട്. അതിപ്പം കൺഫേം ആയിട്ട് നടത്തുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.